ഹായ് ഫ്രണ്ട്സ്, LD&RD മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പാടത്ത് വള്ളിച്ചുണ്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വള്ളിച്ചുണ്ട വലിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ വള്ളിച്ചുണ്ട വലിച്ചു നോക്കാം, എന്തെല്ലാം മീനുണ്ടെന്ന് നോക്കാം. എന്താ നമ്മൾ ഇന്നലെ വൈകിട്ട് കിട്ടിയ ചുണ്ടയാണ്. നമുക്കിന്ന് വലിച്ചു നോക്കാം. നമ്മളീ പാടത്താണ് കയറിയിരിക്കുന്നത്. സമയം 4 മണിയായി. നല്ല കിഴക്കാണ്ട് ഇങ്ങനെ ഒരു വെള്ള കയറി വരുന്നുണ്ട്. എന്താ ഒരു ഡിസൈൻ, നല്ല ഡിസൈനുണ്ട്. എന്തായാലും നമുക്ക് ഈ ചൂണ്ട വലിക്കാം. തീറ്റയില്ല. അതെ അതെ, വൈകിട്ട് കിഴക്കുന്ന് കാറ്റടിക്കുന്നുണ്ട്. നമ്മള് കുറച്ച് വള്ളിച്ചുണ്ട വലിച്ച് ഇവിടെ ഒരു വരാലുണ്ട്. കിടക്കുന്നു, നല്ല മുഴുത്ത വരാല. ഇവിടെ എങ്ങനെ അത് വെട്ടിയിരിക്കുന്നതിന് പെട്ടെന്ന് കാണാൻ മേല. എന്തായാലും നമുക്ക് എടുത്ത് വള്ളത്തിലിട്ടു. ഫസ്റ്റില് നമുക്ക് കിട്ടുന്ന വരാലാണ്, അടിപൊളി വരാൽ. 1.5 കിലോ ആണ്. നമുക്ക് ആ ഫസ്റ്റില് കിട്ടുന്ന നല്ല സൂപ്പർ വരാലാണ്. നമുക്കിത് ഊരി എടുക്കാം. വരാൽ ഊരി ഒരു കൈയൊന്ന് ഇങ്ങോട്ടും, കൈയുടെ തുമ്പെല്ലാം ഇതിന്റെ പല്ല് കൊണ്ട് പോയി. എങ്ങും പിടിക്കാൻ എങ്ങും എത്തുന്നില്ല. നമ്മൾ ആദ്യത്തെ വരാല് ഊരിയെടുത്ത് മുമ്പ് തുടങ്ങാം. വീണ്ടും നമുക്ക് ഇവിടെ ഒരു വരാലുണ്ട്. അത്ര വലിയ വരാലല്ല, എല്ലാം വെട്ടും ഇതുപോലെ ഒരേ സൈസിൽ വെട്ടുകയാണ്. നമുക്ക് ഇച്ചിരി വലിക്കാൻ കിടക്കുക. ഇവിടെ ഒരു വരാലുണ്ട്. വെട്ടെങ്ങനെയാണെന്ന് അറിയാൻ മേല. നല്ല കുഴുത്ത വരാല. നേരെ പുറത്ത് കറക്കാതെ കൊള്ളാം. കൊതുകരിയല്ലോ ഇട്ട. നമ്മള് കൊതുകുണ്ടായിരുന്നു, അതിന് കൊതുകരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കയ്യിൽ ഒതുങ്ങുകയായിരുന്നേ വരാലേ. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയാലല്ലേ നമുക്കൊന്ന് പിടിച്ചൂരാനൊക്കത്തുള്ളൂ. അത് നമ്മൾ ഊരിയെടുത്ത് ചെറിയ വരാല. ചെറുതാണെന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ വിട്ടിട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ കൊണ്ടുപോവുക. പിടയ്ക്ക് ചൂണ്ട ഊരാമെന്ന് വിചാരിച്ചതാണ്. വാള അതൊന്ന് ഊരിയെടുക്കാമെന്ന്.
ചാടിപ്പോയെങ്കിൽ ചാടിപ്പോയാലും പോട്ടെ. ഇട്ടേര്. ഏതായാലും ഇതിനകത്ത് ഇനിയും കിടന്നിട്ട് കാര്യമൊന്നുമില്ലത്. നമ്മൾ ചൂണ്ട വലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അതേ നേരം വെളുക്കാറായി. രണ്ടോ മൊത്തം വെട്ടമായി. ഇതിലൊരു മീനുണ്ട്, നോക്കട്ടെ എന്നാ മീനാണ്. ഇത് വാള. പാടത്ത് ഇതൊരു ചെറിയ വാളയേ ഉള്ളൂ. ചെറുതാണേലും വലുതാണേലും എല്ലാം ഇനിയിപ്പോ ഒരു മീനും ഇതിനകത്ത് രക്ഷപ്പെടത്തില്ല. തീറ്റയൊക്കെ ഇപ്പം കിടക്കുക. ഇതിപ്പം ഞങ്ങളിത് വൈകിട്ട് ചൂണ്ട കെട്ടി തീറ്റി കോർത്ത് ചുമ്മാ തിരിച്ചൊന്ന് നോക്കിയപ്പം ഈ ഭാഗത്ത് നിന്ന് ഒരു 5-8 വരാൽ കിട്ടി. ഇതും വാള 5-8 വരാൽ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള വരാൽ നേരപ്പം തന്നെ കിട്ടി. അത് നമ്മളന്നേരപ്പം വീഡിയോ എടുത്തില്ല, ചൂണ്ട കെട്ടാൻ വന്നതല്ലേ, വീഡിയോ ഇന്ന് എടുത്തില്ല. വാളക്കുഞ്ഞുങ്ങളാ. അവിടെ ഉണ്ട്, അങ്ങോട്ട് ഓടി പോകുന്നുണ്ടോ? ഇത് വരാല. ഇവിടെ ഉണ്ട്. ഇത് വാള. അത് പോയി, അത് പറഞ്ഞു പോയി. അത് നമ്മൾ പൊക്കി വന്നപ്പോൾ വള്ളത്തിലോട്ട് വീണില്ല. അതിന് മുമ്പേ ചൂണ്ട തൂങ്ങി അത് പറഞ്ഞു പോയി. സാധാരണ നമ്മൾ വലിയ വാളയാണ് അങ്ങനെ പിടിക്കുകയല്ലോ. ഒന്നുമില്ല വട്ടവലയ്ക്ക് കോരി പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൈ കൊണ്ട് പയ്യെ എടുത്ത് വള്ളത്തെ നിർത്തുക. ഇതിപ്പോൾ ചെറുതല്ലേ, അതുകൊണ്ട് നമ്മൾ അത്രയും കാര്യമാക്കുന്നില്ല. ഈ വള്ളിയല്ല മുഴുവൻ ഇഴുക്കൽ പോലൊരു സാധനം പിടിച്ച് കിടക്കുക. ഇതൊരു മീനാണ് കേട്ടോ, എനിക്കറിയാൻ പറ്റില്ല. ഇന്ന് വാളയാ. ഇതൊരുവിധം മുഴുത്ത വാള. അത് പോകത്തില്ല. പിന്നെ ഊരിയിടാം. കടവായിക്കാണ് കോർത്തിരിക്കുന്നത്. അതൊരു പണി തന്നെ. ഒരുവിധം മുഴുത്ത വാള ഇതിനകത്ത് കാണും. ഈ കടവായിക്ക് കയറിയാലേ തന്നെ നമുക്ക് പാടാ ചൂണ്ട ഊരാൻ. അപ്പുറത്തെ വള്ളിയല്ലേ ഉണ്ടായിരുന്നു, ചാടിപ്പോയോ? നല്ല നല്ല മീനായിരുന്നു. കുറ്റിയുടെ ആട്ടം കണ്ടോ? കേട്ടോ, അനങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അനങ്ങുന്നുണ്ട്. എന്നാ പോയിട്ടില്ല. അല്ലാതെ ഇവിടുത്തെ ഈ ചെറുതിൻ്റെ അപ്പുറം അങ്ങേ അറ്റത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ കുറ്റിയിൽ വലിയ വാളയായിരുന്നു. വലിയ മീനായിരുന്നു. മീനുണ്ടായിരുന്നു. പോട്ടെ, ഇനിയിപ്പം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ അത് കിട്ടി ഉറപ്പായി വീട്ടിൽ വരെ ചെല്ലുന്നിടം വരെ നമ്മുടെ കൈ കിട്ടിയില്ലെങ്കിലേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. ഇടയ്ക്ക് ചെല്ലുമ്പം ഇപ്പം നമ്മളിങ്ങനെ എടുത്ത് ഈ വല ഇതിനകത്തുനിന്ന് ചാടിപ്പോയാലും എന്ത് ചെയ്യാൻ? ഇപ്പം തന്നെ നമുക്കൊരു വാള കണ്ടില്ലേ, ചാടിപ്പോയി. ഇത് ഇവിടെ ഒരു മീൻ ഉണ്ട്, നല്ല പിടിക്കുന്നുണ്ട്. ആ മീനായിരിക്കും. ആ മീന ആണോ? വലിയ അയിഞ്ഞ കിടക്കുകയായിരുന്നല്ലോ. പോയില്ല, ഉണ്ട്.
അത്ര വലിയ വരാലൊന്നുമില്ല. അതിൻ്റെ അപ്പുറം ഒരെണ്ണമുണ്ട്. ഇട സൈസ് വരാല. ഇതിൻ്റെ അപ്പുറം ഒരെണ്ണമുണ്ട്. ഉണ്ടോ? അതാണ്. ഇതിനെ നമുക്ക് ഊരിയെടുക്കാം. വെള്ളം എടുക്കണം. ഉണ്ടല്ലേ? ഈ വരാലിൻ്റെയൊക്കെ കൂടുതലും കണ്ണിൻ്റെ ഭാഗമാണ് കയറി കിടക്കുന്നത്. പുറത്തുനിന്നതിനകത്ത് വലിച്ചു കയറ്റിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കയറിയല്ലേ? ഉം. അങ്ങനെ വരാറാണോ? എന്താണ് കണ്ടില്ല. അത് നമുക്ക് എടുത്ത് വെള്ളത്തിലോട്ട് വെക്കും. വരാല. ചുണ്ട് പറയാറായിരുന്നു അല്ലേ? ചുണ്ട് പറയാറായി. എനിക്കത് പോകത്തില്ല. എൻ്റെ കണ്ണിൻ്റെ ഭാഗത്താണ് ഉറക്കിയിരിക്കുന്നത്. അല്ല, എൻ്റെ ചുണ്ടിൻ്റെ. വലിയ ചപ്പി പോളക്കകത്ത് കയറി ആണ്. ഇനിയുണ്ട് ഇതേ വരാല്. ആ ഭാഗത്താ ഒരു വരാൽ ഉണ്ട്. ഇത് മുഴുത്ത വരാല. അത്ര മുഴുത്തല്ല. ഞാനിത് താഴെ കിടന്ന് വെള്ളത്തിൽ കിടന്നപ്പോൾ ഇതിന് വാ ഉണ്ട്. വലിയ കുഴപ്പമില്ല, ഊരിയെടുക്കാം. വലിക്കാറില്ല. കൈയെല്ലാം വരാലിനെ വല്ലുകൊണ്ട് കൈയെല്ലാം മുറിഞ്ഞിരിക്കുക. മുറിഞ്ഞിരിക്കുക. ഒരു രക്ഷയില്ല. നമ്മൾ ആറ്റി ചൂണ്ട കിട്ടുമ്പം വാള കൂടുതൽ വെട്ടുമ്പോഴും ഇത് തന്നെ അവസ്ഥ. കൈ പല്ല് കൊള്ളും. എത്രയെല്ലാം നമ്മൾ കൊള്ളരുതെന്ന് വിചാരിച്ചാലും കൊള്ളും. ഇവിടെ ഒരു വരാലുണ്ട്. വരാലാണോ വാളയാണോ എന്നറിയാൻ മേല. നല്ല സൈലന്റ് ആയിട്ടാണ് കയറി വന്നത്. ഇത് ചെറിയ വളർത്തിയിരുന്ന അതുകൊണ്ടല്ല, അത് നേരത്തെ വെട്ടിയതായിരിക്കും. അതുകൊണ്ട് ഓടി ഓടി ക്ഷീണിച്ച് കിടക്കുന്ന വരാല. നമുക്ക് അത്ര വലിയ വരാലിനൊന്നും കിട്ടിയില്ല അല്ലേ? ഒരെണ്ണം. എല്ലാം മീഡിയം സൈസ് വരാല. വെള്ളത്തിലാശാൻ എന്നൊക്കെ പറയാം. ഇത് എന്നാ സംഭവം എന്ന് അറിയാൻ മേല. എന്നാ ജീവിയാണെന്ന് അറിയാൻ മേല. നീറിനെക്കാട്ടി വലുത് അല്ലേ? കിട്ടത്തില്ലത്. അതെന്താണ് എന്താ സംഭവം നമുക്കറിയാൻ പറ്റില്ല. ഇന്ന് വരെ അറിയാൻ പറ്റില്ല. ഈ വെള്ളത്തിൽ പണ്ടൊക്കെ ആൾക്കാർ പറയും ചീങ്കണ്ണിയുടെ പേനാണെന്ന് പറയും. തമാശനും പറയുന്നതായിരിക്കാം. നമ്മളെല്ലാം പേടിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കാം.
നമ്മൾ വള്ളി വലിച്ച് തീരുകയാണ്. നമ്മൾ ഇന്നലെ മുതൽ ചൂണ്ട കെട്ടി വൈകിട്ട് നോക്കിയപ്പോൾ 5-8 വരാലിനെ കിട്ടി. ഇപ്പം നമുക്ക് തിരക്കേടില്ലാതെ 5-6 കിലോ വരാൽ കാണും. ഇത് 2-3 വാളയും ചെറിയ വാളയുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി കാഴ്ചയായിട്ട് വീണ്ടും വരാം. നമ്മളീ പാടത്ത് മടയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഇപ്പോഴെല്ലാവരും വള്ളം വലിച്ചിരുന്ന സ്ഥലത്ത് തന്നെ വള്ളം വലിച്ചിട്ടാണ് നമ്മളങ്ങോട്ട് പോയത്. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും വള്ളം തിരിച്ചിറക്കുക. ഇത് ഈ ഫൈബർ വെള്ളം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും വലിച്ചിടാം. ഓക്കെ.